നിങ്ങൾക്ക് കാണാം ഇവിടം വരെ നമുക്ക് വരാൻ സാധിക്കുള്ളൂ. ചുറ്റും കൈവരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ചാടിപ്പോവാൻ പാടില്ല. എലിക്കൽ കല്ല് നേരെ കാണുന്നതാണ്. ഇതിൻ്റെ ചുറ്റും ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. വെയിലുണ്ട്, അതുകൊണ്ട് കാറ്റും അത്യാവശ്യം ഉള്ളതാണ്. കയറി വരാനുള്ള വഴി ഇതാണ്. ഇത് ഇത്തിരി കഷ്ടപ്പാടാണ്, പറയുന്നത്ര എളുപ്പമല്ല. ഏകദേശം ഒരു 360 ഡിഗ്രി കാണിച്ചു തരാം. വരാനുള്ള വഴി ഇത്തിരി കഷ്ടപ്പാടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. കാരണം കൈവരി മാത്രമേ ഉള്ളൂ, സ്റ്റെപ്സ് ഇല്ല. കൂടാതെ കുട്ടികളൊക്കെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടം വരെ കടന്നു വരുന്ന കഷ്ടപ്പാടാണ്. സൂക്ഷിച്ചു വരിക. ഇറങ്ങുന്നത് ഭയങ്കര എളുപ്പമാണെന്ന് ചിലപ്പോൾ വിചാരിക്കാം. പക്ഷേ വിചാരിക്കുന്നത് പോലെയല്ല. ഇടയ്ക്കുള്ള കുഴികൾ ഭയങ്കര വലുതാണ്. അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൈവരി പിടിച്ചു പോവുക. പ്ലസ് കഴിയുന്നതും ഷൂസ് ഇട്ടാണ് വരുന്നതെങ്കിൽ എളുപ്പമായിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം കയറി വരാൻ നോക്കാം. കയറി വന്നു കഴിയുമ്പോൾ കിട്ടുന്ന വ്യൂ വളരെ നല്ലതാണ്. പക്ഷേ കയറി വരിക പ്ലസ് ഇറങ്ങുക എന്നുള്ളതൊരു റിസ്കി കാര്യമായതുകൊണ്ട് കപ്പിൾസ് ഇല്ലെങ്കിൽ കുട്ടികളായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. എനിക്ക് ഏകദേശം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രൗൺ കളർ ഷീറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നതാണ് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള എൻട്രൻസിൻ്റെ ഭാഗം. സൈഡിലായിട്ട് താഴോട്ട് ഇറങ്ങുന്ന വഴിയും കാണാൻ പറ്റും. കുറച്ചുകൂടി ദൂരത്ത്, ഈ വീഡിയോ ക്ലിയർ ആണോ എന്നറിയില്ല, അതാണ് പാർക്കിംഗ് സ്പേസ്. നമുക്ക് ജീപ്പ് കയറി യാത്ര തുടങ്ങാവുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ ഈ ബ്രൗൺ ഷീറ്റ് ഇട്ട സ്ഥലത്താണ് അവർ ജീപ്പ് കൊണ്ടുവന്ന് വിടുന്നത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് നടന്നേ കയറാൻ പറ്റുള്ളൂ. ഈ ഇല്ലിക്കൽ കല്ലിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കയറുന്നതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെയും കഷ്ടപ്പാട് കാരണം
ചുറ്റും നോക്കുന്നത് കുറച്ച് കുറയ്ക്കും. പക്ഷേ അത് ചെയ്യാതിരിക്കുക, കാരണം വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടം വരെ വണ്ടി ഓടിച്ച് വരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് സമയം ചിലവഴിക്കുക. ഈ സ്ഥലം ഏകദേശം ഒരു 360 ഡിഗ്രിയും ക്യാമറ കൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. കുറച്ച് നേരം ഇരുന്ന് കാണുക. വെയിലില്ലെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ വന്ന ദിവസം കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ട് എളുപ്പമല്ല. എന്നാലും മാക്സിമം ടൈം ഈ സ്ഥലം കാണുന്നതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു മെമ്മറി ആയിരിക്കും. കല്ലിൻ്റെ ഏകദേശം ഒരു വ്യൂ കിട്ടാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം നമ്മൾ കയറി വരുന്ന വഴി ഇല്ലിക്കൽ കല്ല് റൈറ്റ് സൈഡിലായിട്ടുണ്ട്. ലെഫ്റ്റിൽ കാണുന്നതാണ് മുകളിൽ ആ തിളങ്ങി നിൽക്കുന്ന ഭാഗമാണ്. ആക്ച്വലി ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കും, ബട്ട് കൈവരിയുള്ള ഭാഗം. പക്ഷെ നടന്നു കയറാന്ന് പറയുന്നതും ഇറങ്ങുന്നതും ഭയങ്കര കഷ്ടപ്പാടാണ്. വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. സോ രസകരമായ സ്ഥലം, നല്ലൊരു സ്ഥലം, തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം ഉള്ള ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് വെയിലും കുറച്ച് മൂടിയാണ് ഇരിക്കുന്നത്. പ്രകൃതി തന്നെ എങ്ങനെ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരവസരമാണിത്. മുകളിൽ ഇപ്പോൾ ഏകദേശം പച്ച, ബാക്കിയെല്ലാം കറുപ്പ്. കൊള്ളാം. ഇനി വരുന്നത് കണ്ടിട്ട് എൻ്റെ ഭാര്യ ആക്ച്വലി എൻ്റെ ഒരു സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണ്ടേ. ഈ യാത്രയുടെ കുറേ വീഡിയോ എടുത്ത ആള് പുള്ളിക്കാരിയാണ്. സോ ഇത് പുള്ളിക്കാരിക്ക് വേണ്ടിയുള്ളൊരു ട്രിപ്പ് കിട്ടായിരുന്നു. ഈ സ്ഥലം വളരെയധികം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഡെഫിനറ്റ്ലി വരുമ്പോൾ ഡസ്റ്റ്ബിൻസ് ഉണ്ട്. കഴിയുന്നതും പ്ലാസ്റ്റിക് പോലെയുള്ള, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോട്ടിൽസോ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇടുക. ഇത് ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ മലയാളികളെ എല്ലാവരുടെയും ഒരു കടമയാണ്. കഴിയുന്നതും ഇതുപോലത്തെ ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജീപ്പ് എടുത്താണ് നമ്മൾ മുകളിലോട്ടും താഴോട്ടും വരുന്നത്. ഇവിടെ 2 കടയുണ്ട്, ചായ അങ്ങനത്തെ ചെറിയ കടികളൊക്കെ കിട്ടുന്നത്. ജീപ്പ് നിറഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ചേട്ടൻ്റെ പേരെന്താ? ജോസ് കുട്ടി. ഒറ്റ ജീപ്പുള്ളൂ ഇവിടെ? 3 അല്ലേ? ജോസ്. ഓക്കെ, അപ്പോൾ കണ്ടേ സന്തോഷം. ഓക്കെ. ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ഈ യാത്രാനുഭവം അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ യാത്രകൾ അവസാനിക്കുന്നില്ല. അടുത്ത യാത്രയുടെ തുടക്കവും ഇവിടെ നിന്ന് തന്നെയാണ്. തൊട്ടടുത്തുള്ള ഇലവീഴ പൂഞ്ചിറയിലോട്ടാണ് അടുത്ത യാത്ര. അത് വേറൊരു വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മിസ്സിസ് ആൻഡ് മിസ്റ്റർ ഷേനു.